ഒന്നും പറയാനില്ല. എന്താ ആ കഥ? ഈ ഒരു അനുഭവം ഞാൻ വായിച്ച് പകുതിയായപ്പോഴേക്കുണ്ടല്ലോ, ചിരിച്ച് ചിരിച്ച് ശരിക്കും ഒരു വഴിക്കായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഒരു വേദനയാണ്. പക്ഷേ ചിരി വന്നാല് അടക്കാൻ പറ്റില്ലല്ലോ ചില സമയത്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ ആദ്യം പറയാണ്, ഞാൻ ഇടയ്ക്ക് ചിരിച്ചു പോയാൽ ഞാൻ വീണ്ടും അത് വായിക്കും. ചിലപ്പം പല്ല് കടിച്ചാണ് ഞാൻ വായിക്കുന്നത്. എന്താണ് ഇത്ര ചിരിക്കാനെന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ എന്തോ എനിക്ക് എൻ്റെ അമ്മയുടെ ഒരു അനുഭവം മാതിരിയൊക്കെ തോന്നി ഇതിൽ. അമ്മയ്ക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇൻട്രൊഡക്ഷൻ കുറയ്ക്കുകയാണ്, വായിക്കാം. നമസ്കാരം ശ്രീകാന്ത് സാർ. എൻ്റെ പേര് ദിവ്യ. ഞാൻ തൃമധുരത്തിലെ അംഗമാണ്. ഇത് കേൾക്കുന്നവർക്ക് ചെറിയ കൃഷ്ണാനുഭവമായി തോന്നാം. എങ്കിലും എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യമാണ്. എൻ്റെ ഈ അനുഭവം തൃമധുരത്തിൽ പറയാമെന്ന് ഞാൻ കണ്ണനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഈ അനുഭവം തൃമധുരത്തിലൂടെ കണ്ണനെ സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന എല്ലാവരിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. ഇനി എൻ്റെ അനുഭവം പറയാം. എൻ്റെ വീടും ഹസ്ബൻഡിൻ്റെ വീടും അടുത്തടുത്താണ്. ബസ്സിലാണ് പോകുന്നതെങ്കിൽ 10 രൂപ ചാർജേ ഉള്ളൂ. ഓട്ടോയിലാണ് പോകുന്നതെങ്കിൽ 60 രൂപയാണ് ചാർജ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇത്തവണ ഒരുപാട് ചക്ക ഉണ്ടായി. വരിക്കച്ചക്കയുണ്ട്, കുഴച്ചക്കയുണ്ട്. ഇത് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ചക്ക അവിയൽ കഴിക്കാൻ മോഹം തോന്നി. അമ്മ എന്നോട് പറഞ്ഞു, നീ നാളെ വരുമ്പോൾ ഒരു ചക്ക കൊണ്ടുപോര്, ഇവിടെ അവിയൽ വെക്കാനാണ് എന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുവരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ഞാൻ പ്ലാവിൻ്റെ ചുവട്ടിൽ പോയി. അവിടെ എനിക്ക് പറിക്കാൻ പാകത്തിന് താഴെയായിട്ട് 2 ചക്ക ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചെടുത്ത് സഞ്ചിക്കകത്തേക്ക് വെച്ചു. അതെടുത്ത് നടക്കാൻ തുടങ്ങി. എന്താ ചെയ്യുക? ചക്കയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ആദ്യം ഒരു സൈഡിലായിട്ട് പിടിച്ച് നടന്നു, പറ്റുന്നില്ല. സഞ്ചി ഊർന്ന് താഴേക്ക് വീണു. വീണ്ടും എടുത്തു, നടക്കാൻ തുടങ്ങി, പറ്റുന്നില്ല. നടക്കാൻ ഒട്ടും പറ്റുന്നില്ല. എൻ്റെ കൃഷ്ണ, ഞാൻ എന്താ ചെയ്യുക? അമ്മയ്ക്ക് ചക്ക കൊണ്ടു കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. ഇതെടുത്ത് കൊണ്ട് നടക്കാനും പറ്റുന്നില്ല. എനിക്ക് ആകെ സങ്കടമായി. ഞാനിതെങ്ങനെ ആ റോഡ് വരെ എത്തിക്കും? 15 മിനിറ്റ് ദൂരം നടന്നാലേ ഈ മെയിൻ റോഡിൽ എത്തുള്ളൂ. ഞാൻ എൻ്റെ കണ്ണനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു. എൻ്റെ കണ്ണ, എൻ്റെ കൈ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. എനിക്ക് ഭാരം കാരണം ഒട്ടും നടക്കാൻ വയ്യ. എൻ്റെ 2 സൈഡിലും മാറി മാറി ചക്ക വെച്ച് നോക്കി നടക്കാൻ. പക്ഷേ ചക്ക ഊർന്ന് താഴേക്ക് വീണു. അവസാനം വയറ്റത്ത് വെച്ച് ആണ് നടന്നത്. ഞാൻ എൻ്റെ കണ്ണനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കണ്ണാ, നാണക്കേടാണ്. ഞാനിങ്ങനെ ചക്ക വയറ്റത്ത് വെച്ച് നടന്നു പോകുന്നത് ആരെങ്കിലും കണ്ടാൽ അവർ കളിയാക്കും. കണ്ണാ, അതുകൊണ്ട് ഒരു ഓട്ടോ ഒന്ന് പറഞ്ഞു വിടണേ കണ്ണാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അന്നേരം ഒരു ബൈക്ക് വന്നു. അതിൽ രണ്ട് പേരുണ്ട്. ഞാനിങ്ങനെ ചക്ക വയറ്റത്ത് വെച്ച് നടന്നു പോകുന്നത് കണ്ടപ്പോൾ ആ പയ്യന്മാരെ നോക്കി ചിരിച്ചു കൊണ്ടുപോയി. എനിക്കും ചിരി വന്നു. എന്നെ ഈ നാണക്കേടിൽ നിന്ന് രക്ഷിക്കുക കണ്ണാ, ഒരു ഓട്ടോ പറഞ്ഞു വിട് കണ്ണാ. ദാ ആ കാണുന്ന കടയിൽ നിന്നും കുറേ ആളുകൾ എപ്പോഴും ഉണ്ടാവും. കണ്ണ, എന്നെ ഇങ്ങനെ കണ്ടാൽ അവരെല്ലാവരും എന്നെ കളിയാക്കും. കണ്ണ, എൻ്റെ പൊന്നുണ്ണി കണ്ണനല്ലേ, എന്നെ ആ കട എത്തുന്നതിന് മുമ്പ് ഒരു ഓട്ടോ പറഞ്ഞു വിട് കണ്ണ. ഞാൻ ഈ നാണക്കേടിൽ നിന്ന് രക്ഷിക്കണേ കണ്ണ. എൻ്റെ ശ്രീകാന്ത് സാർ, അത്ഭുതം എന്ന് പറയട്ടെ, ഒരു ഓട്ടോയുടെ സൗണ്ട് കിട്ടും. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. എങ്ങോട്ടാണ് ഓട്ടോ വരുന്നതെന്ന് അറിയില്ല. ഞാൻ കിഴക്ക് വശത്തുള്ള റോഡിൽ കൂടിയാണ് നടന്നു വരുന്നത്. പടിഞ്ഞാറോട്ടും തെക്കോട്ടും ഓരോ റോഡുകൾ വീതമുണ്ട്. എങ്ങോട്ടാണ് ഓട്ടോ പോകുന്നതെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ ഒരു കടയുടെ കാര്യം പറഞ്ഞില്ലേ, ആ കടയുടെ മുന്നിലെത്തിയാൽ മാത്രമേ എനിക്ക് ഓട്ടോ കാണാൻ പറ്റുള്ളൂ. എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, എൻ്റെ ഭഗവാൻ, എനിക്ക് ഈ ചക്കയും പിടിച്ചുകൊണ്ട് ഓടാൻ വയ്യ. എൻ്റെ കണ്ണാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. മാക്സിമം സ്പീഡിൽ നടന്നു വരികയാണ്. നാണം കെട്ടാലും സാരമില്ല, ആ കടയുടെ മുന്നിലേക്ക് എങ്ങനെയും നടന്നെത്തണം, എങ്കിലേ ഓട്ടോ കിട്ടുള്ളൂ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സ്പീഡിൽ നടന്നു വന്നപ്പോൾ ചക്ക ഊർന്ന് താഴേക്ക് വീണു. എനിക്ക് ശരിക്കും കരച്ചിൽ വന്നുപോയി. കരഞ്ഞുകൊണ്ട് ഞാൻ ആ കടയുടെ അടുത്തേക്ക് നീങ്ങി. ഒരു 3 അടി വെച്ച കടയായി. ഇനി വേഗം എത്താമല്ലോ എന്ന് ആശ്വസിച്ചപ്പോൾ ഓട്ടോയുടെ സൗണ്ട് കേൾക്കാനില്ല. അയ്യോ, അത് പോയല്ലോ ഭഗവാനെ, എൻ്റെ കണ്ണാ, ഞാനിനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഒരുപാട് സങ്കടത്തോടെ വിഷമത്തോടെ ഒരു നിമിഷം അവിടെ തന്നെ നിന്നുപോയി. അപ്പോഴാണ് ഒരു ഓട്ടോ എൻ്റെ നേർക്ക് വരുന്നത്. അത് ഞാൻ കണ്ടു. ഇനി ഒരടിയും കൂടെ വെച്ച ആ കട എത്തുമായിരുന്നു. അവിടെയുള്ള ആളുകളുടെ പരിഹാസച്ചിരി കേൾക്കുമായിരുന്നു. അതിൽ നിന്നെല്ലാം എൻ്റെ കണ്ണൻ എന്നെ രക്ഷിച്ചു. നിന്റെ വിളി കേൾക്കാതിരിക്കാനാവില്ല എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കും പോലെയാണ് ആ ഓട്ടോ എൻ്റെ അടുത്തേക്ക് വന്നത്. ഞാൻ കരഞ്ഞുപോയി. ഞാൻ കൈ കാണിച്ചു. ഓട്ടോ എൻ്റെ അടുത്ത് വന്നു നിന്നു. എവിടെ പോകാനാണ് എന്ന് ചോദിച്ചു. ഞാൻ സ്ഥലം പറഞ്ഞു കൊടുത്തു. ഓക്കെ, വണ്ടി തിരിക്കട്ടെ, മാറി നിന്നോളൂ എന്ന് എന്നോട് ഓട്ടോ ചേട്ടൻ പറഞ്ഞു. ഞാൻ എന്താണ് എൻ്റെ കണ്ണനോട് പ്രാർത്ഥിച്ചത്? ആ പ്രാർത്ഥന കേട്ടു എൻ്റെ കണ്ണൻ. ആ കടയ്ക്ക് മുമ്പായിട്ട് ഒരു ഓട്ടോ തരണം എന്നല്ലേ ഞാൻ പറഞ്ഞത്? ആ കടയ്ക്ക് തൊട്ട് മുമ്പായിട്ട് തന്നെ കണ്ണൻ ഓട്ടോയുമായി വന്ന് എന്നെ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചു. എൻ്റെ കണ്ണൻ എന്നെ കൈവിട്ടില്ല. എൻ്റെ ഭഗവാൻ എപ്പോഴും കൂടെയുണ്ട്. എൻ്റെ നിസ്സഹായാവസ്ഥ കണ്ണൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ കണ്ണൻ കൈവിടില്ല എന്നുള്ള എൻ്റെ ഉറച്ച വിശ്വാസത്തിൽ നിന്നുള്ള ഒരു
സഹായമാണ് കണ്ണനോട് ചോദിച്ചതും കണ്ണൻ എനിക്കത് നിറവേറ്റി തരികയും ചെയ്തു. വീടെത്തിയപ്പോൾ ഓട്ടോയിൽ നിന്നിറങ്ങി 100 രൂപ ഓട്ടോ ചേട്ടന് കൊടുത്തു. 40 രൂപയെ വാങ്ങിയുള്ളൂ. 60 രൂപയാണ് ചാർജ്. പക്ഷേ 40 രൂപയെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുള്ളൂ. എന്താ കഥ? ഞാനിങ്ങനെ മിഴിച്ചു നിൽക്കുകയാണ്. സാർ, ഞാൻ ഈ അനുഭവത്തിലൂടെ പറയാൻ ആഗ്രഹിച്ചത്, കണ്ണനോടുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആപത്ഘട്ടത്തിൽ കണ്ണൻ നമ്മെ സഹായിക്കാൻ വരികയുള്ളൂ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. എല്ലാവർക്കും കണ്ണൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചക്കയുടെ ഭാരം ഒരു ഭയങ്കര ഭാരമാണ്. നമുക്ക് ചിലപ്പോൾ എടുത്ത് നടക്കാനൊന്നും പറ്റിയെന്ന് വരില്ല, കുറച്ച് വലുത് കൂടിയാണെങ്കിൽ. ആ ഒരു അവസ്ഥയിലാണ് ഈ സഹോദരി ചക്കയായിട്ട് ടൗണിലൂടെ നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യം വായിച്ചപ്പോൾ, രണ്ടാമത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു കുറേ. പക്ഷേ ഇപ്പോൾ മൂന്നാമത് വായിച്ചപ്പോൾ അവസാനമാകുമ്പോൾ ആ ചിരിയൊക്കെ പോയി. സഹോദരിയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ സഹായിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ചക്കയായിട്ട് നടക്കുക? ചക്കയൊക്കെ എടുത്ത് നടക്കുമ്പോൾ ആലോചിക്കുക എല്ലാവരും. നമ്മൾ ഒരു ദിവസം പണ്ട് എൻ്റെ അമ്മ ഒരു ഇളവൻ, കുറച്ച് വലിയൊരു ഇളവനുമായിട്ട് വന്ന കഥ ഇപ്പോഴും പറയും. അമ്മയ്ക്ക് അങ്ങനെയൊന്നും ആവില്ല, ഭാരമൊന്നും എടുത്ത് നടക്കാനൊന്നും. എങ്ങനെയെങ്കിലും വരുന്ന വഴിക്ക് ഒരു പുഴയിലുണ്ടായിരുന്നു, പുഴയിലിട്ടാൽ മതി എന്ന് തോന്നിപ്പോയ ആ ഒരവസ്ഥയെക്കുറിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ചക്കയുടെ കഥ അങ്ങനെയാണ്. എന്താ കഥ? ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ.